ഹലോ ചില കുട്ടീസ്, ഞാൻ ഇന്ന് വന്നേക്കുന്നത് എൻ്റെ ഒരു ജേണൽ റിവീൽ ചെയ്യാനാണ് കേട്ടോ. ഈ ജേണൽ 2024 ഏതോ ഒരു മാസത്തിൽ തുടങ്ങിയതാണ്. 25ആയിട്ടും ഇത് വലിയ മികവൊന്നുമില്ല. 24 ചെയ്ത ജേണലുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ 25 എക്സാമിൻ്റെ ആ ഒരു ടൈമിൽ കുത്തിയിരുന്ന് ചെയ്തതും ഉണ്ട് കേട്ടോ. പിന്നെ ഉപയോഗിച്ചേക്കുന്ന ഓരോ സംഭവങ്ങളും ഹോം മെയ്ഡ് സപ്ലൈസാണ്. പിന്നെ ഷോപ്പിൽ നിന്ന് നമ്മൾ തിരിച്ചു വരുമ്പോൾ പേപ്പർ ബാഗിൽ ഉണ്ടാവില്ലേ, അതിൻ്റെ പീസസുകളാണ്. പിന്നെ ഇൻവിറ്റേഷൻ കാർഡ്, അങ്ങനെ ഓരോന്ന് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ ജേണൽ. ഈ ജേണലിൻ്റെ കവർ പേജ് രസമില്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു തുണി വെട്ടിയിട്ടൊക്കെയാണ് ഇത് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. പിന്നെ സ്റ്റാമ്പ്സ് ഉണ്ടാക്കിയപ്പോൾ ഒരു ക്യൂട്ട് തോന്നാൻ വേണ്ടി ഞാനത് സൈഡിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ജേണൽ എന്ന് പറയുന്നത്. ഇത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി ചെയ്ത ജേണലാണ്. ഞാൻ ആദ്യം കളർ വേസ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ സപ്ലൈസ് ഉണ്ടാക്കാനുള്ള മടി കൊണ്ടും സപ്ലൈസ് വാങ്ങി തരാത്തതുകൊണ്ടൊക്കെ ഞാൻ എല്ലാവരും മിക്സ് ചെയ്തൊക്കെയാണ് ഉണ്ടാക്കിയ ജേണൽ ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലറ്റ്, പിങ്ക്, ഒരു ലൈറ്റ് നീല, ഇങ്ങനത്തെ 3 കളറുകൾ ചേർന്നിട്ടുള്ളതാണ്. പിന്നെ മറ്റേത് ബ്രൗൺ കളറായിട്ടുള്ളൊരു ജേണലിങ്ങാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈസ് ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരുന്നു. മടിയായപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ കയ്യിൽ മുമ്പുണ്ടാക്കിയ സപ്ലൈസും ഓരോ പേപ്പറുകളൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുത്തേക്കണതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സംഭവം ഉണ്ടാക്കിയ വേസ്റ്റാണ് കേട്ടോ. പിന്നെ മഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ക്യൂട്ടായിട്ടുള്ളതാണ്. മറ്റേത് എനിക്ക് സപ്ലൈസ് ഉണ്ടാക്കാൻ മടിയായപ്പോൾ ഉണ്ടായിരുന്ന സപ്ലൈസ് ചെയ്തേക്കുന്നത്. ഇത് മരം തെങ്ങൊക്കെ കൊള്ളായി. അപ്പോൾ ഞാൻ എനിക്ക് കളയണ്ടല്ലോ, ഒത്തിരി സമയം എടുത്തതായി വരച്ചേക്കണം. അപ്പോൾ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്തേക്കണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കോഡ്സ് കൊടുത്തിട്ട് സ്റ്റിക്കേഴ്സ് കുറച്ചിട്ടാണ്. ഇത് നന്നായിട്ട് വിൻറ്റേജ് ജേണലാക്കാനാണ് നോക്കിയത്. പക്ഷേ വിൻറ്റേജ് അങ്ങ് കൂടിപ്പോയെന്നൊരു സംശയം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത്തിരി സിമ്പിളായിട്ടുള്ളതാണ്. പിന്നെ അടുത്ത് വരുന്നത് യെല്ലോ, വൈറ്റ്, ബ്ലാക്ക്, ഈ 3 കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത്. പിന്നെ കളർ പെൻസിൽ മുനച്ചേണ്ട ആ ഒരു ഷാർപ്പ് ചെയ്തതിന് ആ വേസ്റ്റ് ഉപയോഗിച്ച് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇമോജീസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊരു മലയാളം ജേണലാണ്. ഈ ജേണലിലും ഒന്നും കൂടി സിമ്പിളാണ് ഈ ഒരു ജേണൽ. ഇത് മലയാളവും ഇംഗ്ലീഷും കൂടി മിക്സ് ചെയ്തിട്ടാണ് എഴുതിയേക്കുന്നത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാം ഞാൻ ഈ ഒരു ജേണലിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂട്യൂബറിനെ കണ്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്തതാണ്. പിന്നെ അപ്പുറത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ് ബൈ ദ സണ്ണും ലവ് ബൈ ദ മൂണുമാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ സണ്ണിൻ്റെ പിക്ചറും മൂണിൻ്റെ പിക്ചറും വരച്ചേക്കണത്. ഇത് ഇത്തിരി സിമ്പിളായിട്ടുള്ള ഒരു ജേണലായിരുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൗൺ, യെല്ലോ, പിന്നെ നമ്മൾ കടയിൽ നിന്ന് അങ്ങനെ പേപ്പർ ബാഗില്ലേ അതിൻ്റെ ഒരു കളറും കൂടി വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. ബാക്കിയുള്ള പിക്ചേഴ്സും ഞാൻ വരച്ച പിക്ചേഴ്സാണ്. മറ്റേ സ്റ്റാറുകൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. ചെറിയൊരു ഷീറ്റിന് 5 രൂപ അങ്ങനെ എന്താണ്ട് ഉള്ളൂ വാങ്ങിയതാണ്. ഇത് രണ്ടും ഞാൻ യൂട്യൂബിൽ നിന്ന് കുറച്ച് നോക്കി എഴുതിയതാണ്. പിന്നെ ഇത് ഇത്തിരി സിമ്പിളായിട്ടുള്ള ജേണലാണ്. അതുപോലെ തന്നെ ഇതും അത്യാവശ്യം സിമ്പിളായിട്ടുള്ള ജേണലാണ്. ഓഫ് വൈറ്റിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോറൻസിക്ക് എന്നൊക്കെ പറയില്ലേ, ഫ്ലോറൻസിക്ക് എന്നല്ല, ഒരു മിന്നാമ കളറെന്ന് പറയുന്നത് പലരും അങ്ങനത്തെ ഒരു കളറാണ്. പച്ച കളർ ബോർഡർ കൊടുത്തിട്ട് ചെയ്തേക്കുന്നതാണ്. പിന്നെ പെൻസിൽ ഷാർപ്പൻ ചെയ്തതിൻ്റെ ഒരു വേസ്റ്റ് വന്നത് ഞാനിവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സിമ്പിളായിട്ട് ചെയ്തേക്കുന്നതാണ്. ഇതിനൊന്നും കോട്ട്സ് ചെയ്തിട്ടില്ല. ഇത് പക്ക വിൻറ്റേജ് ആക്കാനാണ് കേട്ടോ ഞാൻ നോക്കിയേക്കുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ ഒരു ജേണൽ കാണിച്ചു തന്നില്ലേ, ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു ജേണലിൻ്റെ വേസ്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തേക്കണ ഒരു ജേണലാണ് കേട്ടോ ഇത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ തോന്നിയ പല കാര്യങ്ങളും ഇതിലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കമ്പയർ ചെയ്യൂലേ പലവരെയായിട്ടും, ആ ഒരു കമ്പയറും ആ സംഭവങ്ങളൊക്കെ തമ്മിലുള്ള നല്ല ബന്ധമായിട്ടുള്ളൊരു ജേണലാണ് കേട്ടോ ഇത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്നൊരു വാചകത്തിന് ആസ്വാദനം ചെയ്ത് എഴുതിയേക്കുന്നതാണ്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് എൻ്റെ മനസ്സിൽ ആ സമയത്തുണ്ടായിരുന്നു. ഇത് ഞാൻ എപ്പോഴാണ് നമ്മളുടെ അമ്മമാരെ പലരും നമ്മൾ ചീത്ത അറിയില്ലേ, അപ്പോൾ ആ ചീത്ത പറഞ്ഞ സമയത്ത് ഞാൻ എഴുതിയതാണിത്. ആ പൗച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചെറിയൊരു എൻവലപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂട്ട്നെസ്സിന് വേണ്ടി മാത്രം ഞാൻ അവിടെ വെച്ചേക്കുന്നതാണ് കേട്ടോ. ഞാൻ ബാക്കി എല്ലാവരും ബ്ലാങ്കാണ്, ഫുൾ ബ്ലാങ്ക് ആയിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്.